ഹലോ ഗൈസ്, ഇന്നൊരു നോർമൽ ഡേ ആണ്. അപ്പോൾ ജിമ്മിൽ പോയിട്ട് വന്നിട്ട് മുട്ട ഞാനങ്ങനെ പുഴുങ്ങിയത് കഴിക്കാത്തത് കൊണ്ട് ഇന്ന് കഴിക്കണമെന്നല്ലോ എന്ന് വെച്ച് ഇങ്ങനെ ആക്കി. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് മസാലയൊക്കെ ആഡ് ചെയ്ത് ഇങ്ങനെ ചിക്കി എടുത്തതാണ്. അത് കഴിഞ്ഞ് ഹാനിയുടെ കൂടെ ഒന്ന് വലിയ കുറച്ച് സാധനമൊക്കെ വാങ്ങാൻ പോകാനുണ്ടായിരുന്നു. അവളുടെ കൂടെ എന്തോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ വേണ്ടി കടയിൽ കയറി. അത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് വലിയ ഗെറ്റപ്പിലൊന്നും അല്ലെങ്കിലും കുറച്ചൊക്കെ ഒന്ന് ഒരുങ്ങിപ്പോയി. തിരിച്ച് ഒരുപാട് കവറൊക്കെ ഉള്ളതുകൊണ്ട് വേറൊരു ലുക്കായിപ്പോയി. തിരിച്ച് വന്നപ്പോൾ ഒരുപാട് കവറ്, മീനിൻ്റെ കവറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവളുടെ വീട്ടിലോട്ടും ഞാൻ എൻ്റെ വീട്ടിലോട്ടും പോയി. അത് കഴിഞ്ഞ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനം ഉച്ചയ്ക്ക് കറി വെക്കാൻ വേണ്ടി സോയാബീൻ നമ്മൾ വെള്ളത്തിലിട്ടു. അങ്ങനെ വെള്ളത്തിലിട്ട് പൊങ്ങാൻ വേണ്ടി കുഞ്ഞു സോയാബീൻ ഇപ്രാവശ്യം വാങ്ങിച്ചാൽ. എന്നിട്ട് ഇത് കഴിഞ്ഞ് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടി വെണ്ടയ്ക്കയും വാങ്ങിച്ചായിരുന്നു. കാരണം വീട്ടിൽ ആരുമില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യണം. അങ്ങനെ നമ്മൾ വെണ്ടയ്ക്ക എടുത്തിട്ടരിഞ്ഞു. അതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ വെണ്ടയ്ക്ക പിന്നെയും നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. സോയാബീൻ അങ്ങനെ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അങ്ങനെ നമ്മൾ വെള്ളത്തിൽ ഇട്ട സോയാബീനൊക്കെ പൊങ്ങി വന്നു ഗൈസ്. അത് നമ്മൾ ഈ ഓൾറെഡി ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞായിരുന്നല്ലോ, ഈ വെണ്ടയ്ക്ക എനിക്കറിയാം ഉണ്ടാക്കാൻ. പക്ഷേ ഈ സോയാബീൻ ഉണ്ടാക്കാൻ ഇതുവരെ വലിയ പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ യൂട്യൂബ് നോക്കി. പക്ഷേ ഭയങ്കര ടേസ്റ്റൊന്നും അല്ല, പിന്നെ എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഇത് ഞാൻ നോക്കുമ്പോൾ ഇത് എവിടുന്നോ ഇരുന്നൊരു പൂച്ച വന്നിരുന്ന കരയുക വീടിൻ്റെ അടിയിൽ. നമ്മൾ ബോറടിച്ചിരിക്കുമ്പോഴാണല്ലോ, നമ്മൾ കൂടുതൽ ബോറടിച്ചിരിക്കുമ്പോഴല്ലേ ഇങ്ങനത്തെ പരിപാടിയിലോട്ടൊക്കെ ഇറങ്ങുന്നത്. അപ്പം ഞാൻ എന്നോ വാങ്ങിച്ച ഒരു ആൽഫ് ഗുഡ്നസിൻ്റെ മുൾട്ടാണി മുൾട്ടിയുടെ ഒരു ഇതിൻ്റെ ഇത് പൗഡർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ കൂടുതലും ഇതല്ല ഞാൻ എപ്പോഴും വാങ്ങുന്നത് ബീട്രൂട്ട്. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ബീട്രൂട്ടായിരുന്നു. ഇതെന്തോ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഇത് നമ്മുടെ ഇവിടുത്തെ പൂച്ച, ഇവിടുത്തെ മെയിൻ സ്ഥലം ഇതുപോലെ ഇവിടുത്തെ വണ്ടിയുടെ സീറ്റാണ്, എന്നിട്ട് കീറും. വൈകുന്നേരം ആയപ്പോൾ ഏത്തയ്ക്കകത്ത് ഇങ്ങനെ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കഴിച്ചു. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ള ഗൈസ്. ബൈ.